ഹലോ. ഷോപ്പ് നിറയെ ഭൂതപ്രേത പിശാചുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒക്ടോബർ 31 ഹാലോവിൻ. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഷോപ്പിൽ പതിവിലും കൂടുതൽ ഹാലോവിൻ കോസ്റ്റ്യൂംസും ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാലോവിൻ എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ പെട്ടെന്ന് പറയാം. ഹാലോവിൻ എന്ന് പറയുന്നത് അയർലൻഡിലുള്ള ഒരു റിലീജിയസ് ഫെസ്റ്റ് ആയിരുന്നു. അതായത് മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലോട്ട് വരുന്നു, ആ രാത്രി അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള പേടിപ്പിക്കുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങണം എന്നൊക്കെയാണ് കോൺസെപ്റ്റ്. അത് ഈ അയർലൻഡ് സ്കോട്ട്ലൻഡ് ഭാഗത്ത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അത് പിന്നീട് അമേരിക്കയിലോട്ടും ഇപ്പോൾ പിന്നെ യൂറോപ്പിലും ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, മുംബൈ പോലുള്ള വലിയ സിറ്റികളിൽ കൂടി ഒരു ഫൺ ഫെസ്റ്റിവലായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ജർമ്മനിയിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ആൾക്കാരും കുട്ടികളൊക്കെ കോസ്റ്റ്യൂം ഇടും. അതായത് ഗോസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിൻ്റെയോ ഫണ്ണി ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വേഷം ഇട്ട് ആത്മാക്കളെ പേടിപ്പിക്കാൻ ഇറങ്ങും. പക്ഷേ ആത്മാക്കളെ പേടിപ്പിക്കാനല്ല കേട്ടോ, ഇത് ശരിക്കും ഒരു ഫൺ ഫെസ്റ്റിവലാണ് ഇവിടെ. പിന്നെ കുട്ടികൾക്ക് വലിയൊരു സംഭവമുണ്ട്. കുട്ടികൾക്ക് ഇവിടെ ട്രിക്ക് ഓർ ട്രീറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ബാസ്ക്കറ്റും കയ്യിൽ പിടിച്ച് വീട് തോറും കയറി ഇറങ്ങും. നമുക്കിങ്ങനെ എല്ലാ വീടിൻ്റെയും മുമ്പിൽ പോകാൻ പറ്റില്ല. ആ വീട് ഏകദേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം പംകിനെ വെട്ടി അതിനകത്ത് ലാമ്പ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാലോവീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയി ഡോറിന് തട്ടാൻ പാടുള്ളൂ. ബാസ്ക്കറ്റ് നിറയെ ചോക്ലേറ്റ്സും ആയിട്ടായിരിക്കും കുട്ടികൾ തിരിച്ചു വരുന്നത്. ഇത് ജർമ്മനിയുടെ ട്രഡീഷണൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കൂടി ഈ നാട് മൊത്തം ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ഷോപ്പിൽ പോയാൽ നിറയെ ഈ പംകിൻസും സ്കെലട്ടൺസും ഫേക്ക് സ്പൈഡേഴ്സ് ഒക്കെ ആയിട്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഈ ട്രിക്ക് ഓർ ട്രീറ്റ് എന്നുള്ള ഇവന്റ് രാത്രി ഉണ്ടാവുമല്ലോ. അതുകൂടാതെ വലിയവർക്കാണെങ്കിൽ പല ക്ലബ്ബുകൾ, പബ്ബൊക്കെ ഹാലോവിൻ പാർട്ടീസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് വിത്ത് സ്പൂക്കി തീംസ് വെച്ചിട്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീനേജേഴ്സൊക്കെ കോസ്റ്റ്യൂം നൈറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അത് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച്. ഇതുകൂടാതെ നമ്മൾ ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പംകിൻ ബ്രെഡോ അല്ലെങ്കിൽ സ്പൂക്കി തീംസ് ആയിട്ടുള്ള കപ്പ് കേക്ക്, കുക്കീസും മഫിൻസൊക്കെ കിട്ടും നമുക്ക്. പിന്നെ ചെറിയ ടൗണിൽ വീടുകളുടെ റെസിഡൻഷ്യൽ ഏരിയ പോലെയുള്ള സ്ഥലത്തൊക്കെ പോയാൽ നമുക്കവിടെ വീടിൻ്റെ മുമ്പിൽ ചെറിയ ബൗളിൽ ക്യാൻഡീസൊക്കെ വെച്ചിട്ടുണ്ടാവും ഡോറിൻ്റെ മുന്നിൽ തന്നെ. ഇതുപോലുള്ള കോസ്റ്റ്യൂംസൊക്കെ കാണുമ്പോൾ പേടിയാണെന്നുണ്ടെങ്കിലും ആര്യ സൂപ്പർ എക്സൈറ്റഡ് ആണ് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാൻ വേണ്ടി. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൾ. നിങ്ങൾ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? ഇത്തരം കോസ്റ്റ്യൂംസൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം കമൻറ്റ് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഷൂനസ് ഹാലോവിൻ.